വാഴ എന്ന മൂവി ഇന്നലെ കണ്ടു. വെരി നൈസ് മൂവി. തന്ത വൈബ് തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞോ, പക്ഷേ നൈസ് മൂവിയാണ്. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഇൻ ദ സെൻസ് ജെൻ സിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അവരുടെ ഇറിറ്റേഷൻസ്, കാര്യങ്ങൾ എല്ലാം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഈ മൊബൈൽ എന്ന് പറഞ്ഞൊരു സംഭവം വന്നു, കുട്ടികൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ദേ വിൽ ഡു സോ മെനി തിങ്സ്. ഓക്കെ, സമ്മതിച്ചു. ഇനി ടുവേർഡ്സ് ദി എൻഡ് ജീവിതത്തിൽ അച്ഛൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഒരു കൂടപ്പിറപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും മനസ്സിലാക്കി കൊടുത്തു. ഹൈലി ഇമോഷണൽ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ജെൻസിയുടെയും ഈ പഴയ ജനറേഷൻ്റെ ഇടയിൽ കിടന്ന് വീർപ്പ് മുട്ടുന്ന ഒരു പാലമുണ്ട്, ബ്രിഡ്ജ്. ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ. എൻ്റെ അച്ഛന് 87-88 ഇയേഴ്സായി. അച്ഛനെ മാറ്റാൻ പറ്റില്ല, കണിശക്കാരനാണ്. ചില കാര്യങ്ങൾ ഇപ്പോഴും പഴയ ചിന്താഗതിക്കാരനാണ്. മകൾ എന്ന് പറഞ്ഞാൽ ജെൻസി. സോ ഇവരുടെ നടുക്ക് കയറി വീർപ്പ് കൂട്ടുന്ന ഞാനുണ്ട്. അച്ഛൻ എന്തെങ്കിലുമൊക്കെ കടുപ്പിച്ച് പറഞ്ഞാലും അച്ഛനല്ലേ എന്നോർത്ത് ക്ഷമിച്ച് ഞാൻ ചെല്ലും, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. മകൾ അങ്ങനെയല്ല, അച്ഛനൊന്ന് കടുപ്പിച്ച് സംസാരിച്ചാൽ, എൻ്റെ അച്ഛൻ അതായത് അവളുടെ ഗ്രാൻഡ് ഫാദർ ഒന്ന് കടുപ്പിച്ച് പറഞ്ഞാൽ പിന്നെ അവൾക്ക് ദേഷ്യം. പിന്നെ അവൾ മാസങ്ങളോളം മിണ്ടില്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞാൻ ഫാദറിനോട് ചോദിക്കും. എൻ്റെയാണ് ആവശ്യം, ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. സംടൈംസ് ഫൈനാൻഷ്യൽ ഓൾസോ. മോളൊറ്റ തവണ ചോദിക്കും, ചോദിച്ചില്ലെങ്കിൽ പിന്നെ അവൾ മിണ്ടില്ല. പിന്നെ അതുമാത്രമല്ല, ഇനി എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്നോട് അവൾ ചോദിക്കുന്നത്, അച്ഛനമ്മമാർ വേണം മക്കൾക്ക് വേണ്ടി എല്ലാം കരുതാൻ, നിങ്ങൾ എന്ത് ചെയ്തു എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. സോ ദാറ്റ് റിയലി ഫീൽസ് ബാഡ്. കാരണം കുട്ടിക്ക് ഇത് പറഞ്ഞതുപോലെ UK പോകണം, അബ്രോഡ് പോകണം. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ദേഷ്യം. സി, പല പേരൻസും മക്കളെ വെക്കേഷന് ഗോവയിലും തായ്ലാൻഡിലും ഇന്തോനേഷ്യയിലൊക്കെ അയക്കുന്നവരുണ്ടാവാം. എനിക്ക് 3 വരെ വിടാൻ പേടിയാണ്. ബിക്കോസ് എന്നെ അങ്ങനെ വളർത്തിയേക്കണം, എനിക്ക് പേടിയാണ്. ബട്ട് ആവുന്നത്ര ഫ്രീഡം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു കൊച്ചുകുട്ടി കൊക്കയിൽ വീണ് മരിച്ചില്ലേ, അപ്പോൾ ആദ്യമാണ് അതിവർ മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അവരത് തള്ള വൈബ്, തന്ത വൈബ്, ഓൾഡ് ജെൻ, കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുന്നു. നമ്മളുടെ വീർപ്പുമുട്ടലുകളും വേദനകളും അറിഞ്ഞുകൂടാ. കാരണം ആ ഒരു ജനറേഷനെ സമാധാനിപ്പിക്കാൻ വേണം, ജെൻസിയുടെ അടുത്ത് ഫ്രണ്ട്സ് ആവണം, എല്ലാം ആവണം. അതായത് വായി തോന്നുന്നത് ഈ പിള്ളേർ വിളിച്ച് പറഞ്ഞാലും നമ്മളത് ക്ഷമിക്കണം. പിന്നെ അടുത്ത ദിവസം അവരുടെ ഫ്രണ്ടായിട്ട് പോകണം. ടു മച്ച് അല്ലേ? സോ ഞാൻ ജെൻസിയോട് ഒരു കാര്യം പറയാനുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് അച്ഛനമ്മമാരുടെ വില, കൂടപ്പിറപ്പുകളുടെ വില, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് എഡ്യൂക്കേഷൻ, തൊട്ടേനും പിടിച്ചതിനും അബ്രോഡ് പോയി രക്ഷപ്പെടാമെന്നുള്ള ആ ഫോൾസ് ചിന്താഗതി, ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരു സിനിമ വേണ്ടി വന്നു. ഇനി എൻ്റെ മോൾക്ക് എൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണമെങ്കിൽ ഞാൻ നാളെ ഫ്രെയിമിലിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? സോ ജെൻസീസ്, പ്ലീസ്, ഓക്കെ, കീപ് യുവർ ഐസ്, ഇയേഴ്സ് ആൻഡ് മൈൻഡ് ഓപ്പൺ. കാരണം ജീവിതം നിങ്ങൾ വിചാരിച്ചത് പോലെയൊന്നും അല്ല. അതിനും സോ മെനി കോംപ്ലിക്കേറ്റഡ് തിങ്സ്. പിന്നെ നിങ്ങളിപ്പോൾ ഈ അനുഭവിക്കുന്ന ഫ്രീഡം, അതായത് 7ാം ക്ലാസ്സിൽ എൻ്റെ മോൾക്ക് മൊബൈൽ കിട്ടി, ദെൻ ഷി ക്യാൻ ബൈ വാട്ട് എവർ ഡ്രസ് ഷീ വോണ്ട്സ്, ഷി ക്യാൻ ഗോ ഫോർ പാർട്ടീസ്, എനിത്തിങ്. 12 മണിക്കുള്ളിൽ വീട്ടിൽ വരണം, അങ്ങനെ ഒരു കർഫ്യൂ വെച്ചിട്ടുള്ളൂ. സിറ്റിയിൽ അതേ പറ്റുള്ളൂ. ഇതൊക്കെ ഇറ്റ് വാസ് ബോട്ട് അറ്റ് എ പ്രൈസ്. ഞങ്ങളെ പോലെയുള്ളവർ കുറച്ച് നീറി നിന്ന് കിട്ടിയ ഒരു പ്രൈസാണിത്. സോ ലവ് യുവർ പേരൻസ്. നോബഡി ലവ്സ് യു ലൈക്ക് എനിവൺ.